ഹലോ, ഗുഡ് മോർണിംഗ് ചക്കരകളെ. എന്നാണ് വിശേഷം? 2 ദിവസം എന്താ സിഗുമ്പ എവിടെ പോയെന്നല്ലേ ചോദിക്കുന്നു. എൻ്റെ ദൈവം, ഒരു ദിവസം ഗോതമലത്ത് പോയി. 2 ദിവസം മുമ്പ് ഒരു ഗോതമംഗലം യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്കൊരു നല്ല അടിപൊളി റെസ്റ്റോറൻറ്റിൽ കയറി. പക്ഷേ ഞാനവിടെ ഒരു കൂന്തൽ റോസ്റ്റ് കഴിച്ച്. ബോവൻ കഴിച്ചില്ല, ഞാൻ കഴിച്ചു പോയി. എനിക്ക് പണി കിട്ടിയതാണ്. വയറ് സുഖമില്ലാതായിപ്പോയി. ഇന്നലെ എൻ്റെ അമ്മയുടെ ആണ്ടായിരുന്നു. അവിടെയും ഞാൻ സുഖമല്ലാത്തൊരു അന്തരീക്ഷത്തിലായിരുന്നു. എനിക്ക് തീരെ വയ്യായിരുന്നു. ചിരിച്ച് കളിച്ചൊരു വീഡിയോ പോലും എടുക്കാൻ പറ്റുന്നില്ല ചക്കരകളെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാഞ്ഞത് കേട്ടോ. എല്ലാവരുടെയും അന്വേഷണത്തിന് നന്ദി. എല്ലാവരും ഒരുപാട് പേരെന്നെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മെസ്സേജ് ഇടുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും നന്ദി. ആയിട്ടുള്ള സ്നേഹം എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ആരൊക്കെയോ ഉണ്ടെന്ന് തോന്നി. നമുക്കത് വയ്യെന്നറിയാൻ 100,000 പേര് തിരക്കാറുണ്ട്. അത് തന്നെ ഒരു ഭയങ്കര സന്തോഷമാണ്. പിന്നെ അപ്പോൾ നമ്മൾ പൂർവാധി ശക്തിയോടുകൂടി എഴുന്നേറ്റിരിക്കുന്നു. കുഴപ്പമില്ല. പിന്നെ പോരാ, എനർജി പോരാ. എനർജി വെറുതെ, എനിക്ക് എനർജി കിട്ടിത്തുടങ്ങി. കുഴപ്പമില്ല, എനർജിയൊക്കെ റെഡിയായി വരുന്നു. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നിരിക്കുമായിരുന്നു. അപ്പം ഞാൻ ഇവർ പറഞ്ഞു വീഡിയോ ഇടാന്ന് പറഞ്ഞു. അതങ്ങനെ വീഡിയോ ഇടാൻ നിർത്തും. പിന്നെന്ത് പറയാനാണ്. പിന്നെ എല്ലാ കാര്യങ്ങളും ഇത്രയും ഭയങ്കര തിരക്കും, ഓണത്തിരക്ക്, അത് തിരക്ക്, ഇത് തിരക്കൊക്കെ പെൻഡിങ്ങിലിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വളരെ സ്മൂത്തായിട്ട് ഇനി വീഡിയോ ഇടാൻ മറക്കത്തില്ല. സോറി, ഇനി വീഡിയോ കറക്റ്റായിട്ട് ഇടുന്നതായിരിക്കും. എല്ലാവരും സിങ്കുമ്മ ചിലരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് സിങ്കുമ്മ പോസിറ്റീവ് എനർജിയാണ്, ഒരു ദിവസം പോലും വരാതിരിക്കരുത് പ്ലീസ്. വരുമ്പോൾ നമുക്ക് വേറെ സന്തോഷമാണ്, ഒരു എനർജിയാണെന്നൊക്കെ പറയണതൊക്കെ വേറെ സന്തോഷം കേട്ടോ. പിന്നെ എനിക്ക് തീരെ വയ്യാതെ എന്നതുകൊണ്ടാണ്. നിങ്ങൾക്ക് എൻ്റെ കണ്ണൊക്കെ കണ്ടാൽ മനസ്സിലായി, കണ്ണ് പോലും താന്നു പോയി. കാരണം എനിക്ക് തന്നെ സ്വയം അറിയാം, ഞാൻ ഭയങ്കരമായിട്ട് തളർന്നു പോയി. ഭയങ്കര ബുദ്ധിമുട്ടാ. നമ്മൾ വലിയ ആളാന്ന് പറഞ്ഞ് നടക്കുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു പണി കിട്ടുന്നില്ല. ചെറിയൊരു പണി മതി. വയറ് ശരിയായില്ലെങ്കിൽ മൊത്തം പോയി. അങ്ങനെ കഞ്ഞിയൊക്കെ കുടിച്ച് റെഡിയായി വരുന്നു ഞാൻ. പിന്നെ എന്നാണ്ട് ശേഷം എല്ലാവരും എൻ്റെ ഓണത്തിനൊക്കെ കഴിഞ്ഞ് എല്ലാവരും പഴയതുപോലെ സാധാരണ ജീവിതത്തിലേക്കൊക്കെ വരുന്നു അല്ലേ. സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പ്രാർത്ഥനയും നല്ല ജീവിതവും, ഓരോരുത്തർ ജോലി കിട്ടിയ കാര്യവും ഓരോ കാര്യങ്ങൾ നടന്ന കാര്യവും അതൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം. എനിക്ക് കുറച്ച് ഇന്നലെയൊക്കെ ഒരു വീട്ടമ്മയുടെ കാര്യമൊക്കെ പറയണമെന്നുണ്ടായിരുന്നു. ഒരു വീട്ടമ്മ വർഷങ്ങൾക്ക് മുമ്പ് ഒരു 10-30 വർഷം ഗൾഫിൽ കിടന്ന് ജോലി ചെയ്തിട്ട് നാട്ടിൽ വന്നിട്ട് അവരുടെ സമ്പാദ്യമെല്ലാം മക്കൾക്ക് കൊടുത്തിട്ട് പിന്നെ അവർക്ക് ജീവിക്കാൻ നിർത്തിയില്ല. അപ്പോൾ അതേക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാനപ്പോൾ ആലോചിച്ച്. നമ്മൾ ഓരോരുത്തരും കഷ്ടപ്പെടുമ്പോൾ നമ്മൾ മക്കൾക്ക് ചെയ്യണം, അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു കരുതലുണ്ടായിരിക്കണം എന്ന് ഈ പറഞ്ഞാൽ ഞാൻ പോലും അങ്ങനെ കരുതിയിട്ടില്ല. കരുതണം. ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ശ്രമിക്കുന്നത്. അപ്പം മുൻപ് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ആരും അറിയാതെ ഒരു രഹസ്യമായൊരു സമ്പാദ്യം നമുക്ക് വേണം. ഇപ്പോൾ എന്തെങ്കിലും ഉണ്ടെന്നറിയുമ്പോഴായിരിക്കും എല്ലാവരും അങ്ങോട്ടേക്ക് നോക്കും. നമ്മൾ ആരും അറിയാത്തൊരു സമ്പാദ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ആത്മബലം, നമുക്ക് മരുന്ന് മേടിക്കാനും നമുക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും മക്കളെ എന്നല്ല ആരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ വേണ്ടി നമ്മളുടെ വരുമാനത്തിനൊരു ഭാഗം നമ്മൾ മാറ്റിവെക്കുന്നൊരു ശീലം ഇപ്പം മുതൽ എല്ലാവരും തുടങ്ങിക്കോണം. ഞാനോ ഇപ്പം മറ്റുള്ളവരെ കണ്ടിട്ട് നമ്മൾ പഠിക്കുകയാണ്. ദൈവം നാളെ നമുക്ക് ഇപ്പടി കിട്ടുക എന്നോർത്തിട്ട്. മനസ്സിലായ? ഇപ്പോൾ മക്കൾ പ്രായപൂർത്തിയായി, അവരെ കല്യാണം കഴിച്ച് വിട്ടു, പഠിപ്പിച്ചു, അവരുടെ കാര്യം കഴിഞ്ഞു, കല്യാണം കഴിച്ചൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ശേഷം പിന്നെ അവരുടെ മക്കളായ അവരെയും നോക്കി നമ്മൾ പിന്നെ അവരുടെ മക്കളെ നമ്മളെല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്. നമ്മളെ അവർ നോക്കിക്കോളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ തുടർന്ന് പോകുമ്പോൾ ക്രമേണ അവർക്ക് നമ്മളെ നോക്കാൻ ഒരു താല്പര്യമില്ല. നമ്മൾ അവരുടെ മക്കളെയും വളർത്തി കാര്യങ്ങളൊക്കെ ഒരു ശമ്പളമില്ലാത്ത ജോലിക്കാരെ പോലെ നമ്മളെ കരുതുകയും നമുക്ക് വേണ്ട മരുന്നോ വസ്ത്രമോ മറ്റ് കാര്യങ്ങളൊക്കെ തരുന്നു. അത് ചോദിക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, നമുക്കൊരു അസുഖം വരുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ട്, പിന്നെ ദേഷ്യം, നമ്മളോട് ദേഷ്യം. അപ്പോൾ ശരിക്കും നമ്മൾ അവരുടെ മുമ്പിൽ ഒരു ജോലിക്കാരേലും കഷ്ടത്തിൽ നിൽക്കേണ്ട ഒരു ഗതികേട്, അവർക്ക് പണം നമുക്ക് വേണ്ടി മുടക്കാൻ അവർക്കൊരു ബുദ്ധിമുട്ട്, അങ്ങനെ ഞാൻ കണ്ട്. അതുകൊണ്ട് പറയാം. അപ്പോൾ പിന്നെ അവർ മക്കൾ അമ്മയുടെ അച്ഛൻ്റെ നേരെയൊക്കെ തട്ടിക്കയറുക, കറവ പറ്റിക്കഴിയുമ്പം അവർക്ക് വേണ്ടാത്ത രീതിയിൽ പെരുമാറുക, അതൊക്കെ അത് ഞാനിപ്പോൾ ഒരാളുടെ ലൈവിൽ കണ്ടപ്പോൾ എനിക്കത് ഇന്നലെ ഒരു വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും സ്ത്രീ ജനങ്ങളായിട്ടുള്ളവരും, കൂടുതൽ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും മാതാപിതാക്കളായിട്ടുള്ളവരെല്ലാവരും നമ്മളെക്കുറിച്ച് കരുതാൻ
ഒരിക്കലും മറന്നു പോലും. ഇപ്പോൾ വരുമാനമില്ലാത്ത ഭാര്യയാണെന്നുണ്ടെങ്കിൽ, വരുമാനമുള്ള ഭർത്താവാണെങ്കിൽ ഭാവിയിലേക്ക് ഭാര്യ നിങ്ങളുടെ കാലം കഴിഞ്ഞാൽ മക്കളുടെ മുമ്പിൽ കൈനീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പോഴും അങ്ങനെ ഒരു കരുതലോടുകൂടി ഭാര്യയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെച്ചിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാലം കഴിഞ്ഞ് ഭാര്യയാണ് ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഭാര്യ അവരുടെ ആട്ടുമൊക്കെ കൊള്ളേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താവിനോടും ഭാര്യയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം തുല്യതയായിട്ട് എന്തെങ്കിലും കരുതി വെച്ചോണം. അല്ലെന്നുണ്ടെങ്കിൽ ഭാവിയിൽ നമ്മൾ പണി മേടിക്കാം. എല്ലാ മക്കളും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല. ഏകദേശം ഒരു 100 ഉണ്ടെങ്കിൽ 85 അങ്ങനത്തതാണ്. ചിലപ്പോൾ അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കാം, പക്ഷേ അത് പാടില്ല. മാതാപിതാക്കൾ നമ്മൾ പല വീഡിയോയിൽ ഞാൻ പറഞ്ഞു, നമ്മൾ യൂറോപ്യൻ കൺട്രീസൊന്നും അല്ല. നമ്മുടെ വാർദ്ധക്യകാലം സർക്കാർ ഏറ്റെടുക്കുകയല്ല, വാർദ്ധക്യകാലം മക്കൾ തന്നെ ഏറ്റെടുക്കണം. ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാൻ നമുക്ക് പറ്റത്തില്ല. നല്ല പ്രായങ്ങളിലെല്ലാം നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. നമ്മളെ പഠിപ്പിക്കാനും നമ്മളെ വളർത്താനും നമ്മളെ നല്ല വിവാഹം കഴിപ്പിക്കാനും നല്ല ജീവിതം നമ്മുടെ മക്കളെ വരെ അവർ നോക്കി സംരക്ഷിച്ച് തരുമ്പോൾ തിരിച്ച് റിട്ടേൺ അവരുടെ വാർദ്ധക്യകാലം നല്ല രീതിയിൽ അവർക്ക് ആസ്വദിച്ച് ജീവിക്കാൻ വേണ്ട സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ ഔദാര്യമല്ല, അത് അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് എന്നുള്ള ബോധം നമ്മൾ നമ്മുടെ മക്കളെയും പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ എങ്ങനെ നോക്കുന്നു എന്ന് കണ്ടിട്ടായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മക്കൾ അത് കണ്ടുപിടിച്ച് നമുക്കും തരുന്നത്. അതും നിങ്ങൾ മറക്കരുത്. അപ്പോൾ ഇതൊന്നും ഞാൻ ഇന്നലെയൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ഓർത്ത്, പക്ഷെ നടന്നില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മളെ നോക്കി അന്വേഷിച്ച് ഉത്തരവാദിത്വപൂർവ്വം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന മാതാപിതാക്കളെ വാർദ്ധക്യകാലത്ത് ഒരു വിലയും ഇല്ലാതെയിട്ട് തട്ടരുത്. അവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് വരരുത്. ഇതെല്ലാം നിങ്ങൾ കരുതിയിരിക്കണം. അതെല്ലാം വലിയ കർമ്മദോഷങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും. എന്ത് ചെയ്താലും അതിന് ഉറപ്പായിട്ട് റിട്ടേൺ നമുക്ക് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മളിപ്പോൾ ഓരോരുത്തരും ഒരു നിസ്സാരം വേറൊരു കാര്യം പറയും. ഇവിടെ എന്തൊക്കെ അധർമ്മം ചെയ്തപ്പോൾ കണ്ടില്ല, ഓരോരുത്തർ കിടന്ന് ജാമ്യം എടുക്കാനും ജയിലിൽ പോകാതിരിക്കാനും ഒക്കെ ഉള്ള ഓരോരോ മാർഗ്ഗങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ കാണുന്നില്ല. ഇതെല്ലാം ഒരു കാലത്ത് അവർ നല്ല പ്രഭയോടുകൂടി ജ്വലിച്ച് നിൽക്കുന്ന നല്ല ചെറുപ്രായത്തിൽ അവർ ചെയ്തു പോയൊരു തെറ്റിൻ്റെ ഫലം നമ്മളെ കാത്തിരിക്കുകയാണ്, വിധി നമ്മളെ പിടിക്കാൻ. അത് നമ്മൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അതിൽ നിന്ന് ഒളിച്ചോടാനൊന്നും പറ്റത്തില്ല നമുക്ക്. അപ്പം നമ്മൾ അന്ന് വരെ സ്വരുക്കൂട്ടി കൊണ്ടുവന്ന മാനം, അഭിമാനം, നമ്മുടെ അന്തസ്സ് എല്ലാം നഷ്ടപ്പെട്ട് നമ്മളെ അന്ന് വരെ ഉയർത്തിയെ നമ്മളെ ബഹുമാനിച്ചിരുന്ന ആൾക്കാർ നമ്മളെ താഴ്ത്തിടുന്നത്, തലയിലേറ്റിയവർ താഴത്തിടുന്നത് ഒക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അല്ലേ. തലയിലേറ്റി എല്ലാ സുഖസൗഭാഗ്യത്തോടുകൂടി ജീവിച്ച ഒരാൾക്കാർ പോയി ജയിലിൽ കിടക്കുന്ന ഒരു അവസ്ഥയെന്നൊക്കെ ആലോചിച്ചൊക്കെ ഞാൻ അതും ഇതിലേക്ക് കോർത്തിണക്കൊണ്ടുവരും. എന്തിനാണ് കർമ്മം എന്ന് പറയുന്നത്? നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ചോളുകൾ. ഇന്ന് നമ്മളൊരു പ്രവൃത്തി ശ്രദ്ധിച്ചോളണം, ദൈവമേ ഇത് നാളെ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പാരയാകുമെന്ന്. മനസ്സിലായേ? താൽക്കാലിക സുഖത്തിനും സന്തോഷത്തിനും നമ്മുടെ താൽക്കാലിക ഇഷ്ടങ്ങൾക്കും വേണ്ടി ചെയ്യുന്ന ഒരു കാര്യം നാളെ നമ്മളെ നോക്കിയിരിക്കുന്ന വലിയൊരു കെണിയാണോ വരുത്തി വെക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ചുകൊണ്ട് ഓരോ പ്രവൃത്തിയും ചെയ്യുള്ളൂ. പിന്നെ എനിക്ക് മെയിനായി പറയാനുള്ളത് എല്ലാവരോടും, സ്ത്രീ എന്ന് പറയുന്നത് വെറും സ്ത്രീയായിട്ട് കാണരുത്. സ്ത്രീ എന്ന് പറയുന്നത് ഒരു സ്ത്രീയെ ദേവതയെ പൂജിക്കുന്ന ഭാരതീയ സംസ്കാരം എത്ര മനോഹരവും മഹത്തരവുമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എവിടെ സ്ത്രീ ബഹുമാനിക്കപ്പെടുന്നു അവിടെ ഐശ്വര്യവും സമൃദ്ധി മനസ്സമാധാനം ഉണ്ടാകത്തുള്ളൂ. സ്ത്രീ ഒരു പാഴ്വസ്തുവായിട്ട് ഒരിക്കലും കരുതുന്നത്. ഒരു സ്ത്രീ എന്ന് പറയുന്നത് പ്രകൃതി തന്നെയാണ്. സ്ത്രീയിൽ നിന്നാണ് ഈ ലോകം മുഴുവൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സ്ത്രീക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കണം? ഏതൊരു സ്ത്രീയെയും ബഹുമാനിക്കണം. സ്ത്രീയാണോ അവളെ ബഹുമാനിച്ചിരിക്കണം. സ്ത്രീയെ ബഹുമാനിക്കുന്ന പുരുഷനെ ഉന്നതങ്ങളിൽ എത്തത്തുള്ളൂ. സ്ത്രീയെ എപ്പോഴെങ്കിലും നമ്മൾ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സ്ത്രീയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നമ്മൾ വീഴ്ത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതിന് ഈ പ്രപഞ്ചം നമ്മൾ മരിക്കുന്നതിന് മുമ്പ് കണക്ക് ചോദിച്ചിരിക്കും. അത്രയ്ക്ക് ശക്തവും പവിത്രവുമാണ് സ്ത്രീ കേട്ടാ. അപ്പം നമ്മൾ സ്ത്രീയെ ദേവതയെ പൂജിക്കണം എന്ന് തന്നെ പറയുന്നത്. അപ്പം എനിക്ക് പിന്നെ പറയാനുള്ളത്, സ്ത്രീകളോട് പറയാനുള്ളത്, സ്ത്രീകൾക്ക് നിരക്കാത്ത ഒരു പരിപാടിയും ചെയ്യാതിരിക്കുക കേട്ടാ. മറ്റുള്ളവർ ബഹുമാനിക്കുന്നത്, നമ്മളെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാത്രമേ സ്ത്രീകൾ ചെയ്യാവുള്ളൂ. സ്ത്രീക്ക് സ്ത്രീ തന്നെ അപമാനമായി പോകുന്നത്, സ്ത്രീകളുടെ പ്രവർത്തികൾ തന്നെ അപമാനമായി പോകരുത്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടാ. ഓക്കെ, എനിക്കിന്നിതാ പറയാനുള്ളത്. എല്ലാവർക്കും സന്തോഷമുള്ളൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വേറെ ചില നല്ല കാര്യങ്ങൾക്കായിട്ട് മാറുകയാണ്. എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സന്തോഷം. ഓക്കെ, ടാറ്റ ബൈ ബൈ, നാളെ കാണാം.